വരിക്കച്ചക്ക. നിനക്ക് ഓർമ്മയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാഴത്തോപ്പിയത് ഇങ്ങനെ ഇടയിൽ കയറി വന്നിട്ട് വീഡിയോ എടുത്തൊക്കെ? നാട്ടിലൊന്നല്ല. നിങ്ങളിപ്പോ വിചാരിക്കും എനിക്ക് ഭ്രാന്തായിന്നല്ലേ. UAE-ലാണെന്നുണ്ടെങ്കിൽ റെക്കോർഡായിട്ടുള്ള ചൂടൊക്കെയാണ് ഇപ്പൊ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സ്കൂൾ വെക്കേഷൻ കുട്ടികളായിട്ട് നല്ല തണുപ്പിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമുണ്ട്. തെങ്ങും വാഴയും പേരക്കയും മാമ്പഴവും എല്ലാം സമൃദ്ധമായിട്ട് വിളയുന്ന ഒരു നാട് ഗൾഫിലെ കേരളത്തിലെ ഖരീഫ് കാലം. ജൂലൈ 26 മുതൽ 30 വരെയുള്ള ഖരീഫ് സീസണിന്റെ ഏറ്റവും പീക്ക് സീസണിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ബസ്സിൽ കംഫർട്ടബിൾ ആയി ഒരുപാട് പുതിയ കൂട്ടുകാരും ഫാമിലീസുമായി ആടിയും പാടിയും പോകുന്ന ഒരു നീണ്ട യാത്ര. സലാലയിലെത്തി നമ്മൾ താമസിക്കുന്നതോ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പ്രീമിയം 5 സ്റ്റാർ റിസോർട്ടില്, അതും എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി. ലോകത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ള കുന്തിരിക്കം കിട്ടുന്ന ഒരു സ്ഥലമാണ് സലാല. അത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ കിട്ടുന്ന പരമ്പരാഗത വിപണിയായ ഹഫാസൂക്കിലും ഇളനീരും ഏത്തപ്പഴവും പപ്പായൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള കടകളിലൊക്കെ കയറാതെ നമ്മൾ എങ്ങനെ തിരിച്ചു പോകല്ലേ? അത് മാത്രമല്ല, നമ്മൾ രാത്രി ഒരു അടിപൊളി സ്ട്രീറ്റ് ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന വാദി ദർബാത്തിലെ ബോട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമുള്ള പ്രകൃതിദത്ത സിംഹോളായ താവിയാറ്ററൊക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തില് അപൂർവമായിട്ട് കണ്ടുവരുന്ന ബയോബ മരങ്ങളുടെ ഇടയിലുള്ള ഒരു കുളത്തിൽ കയറി ചാടി കുളിക്കുമ്പോൾ കണ്ടല്ലോ നിങ്ങളുടെ മനസ്സിനെ ശരിക്കും ഇറങ്ങണിക്കും. മലകളുടെ ശക്തമായ കാന്തിക പ്രഭാവം കൊണ്ട് ന്യൂട്രലിട്ടാൽ കാറിങ്ങനെ കയറ്റം കയറുന്ന അത്ഭുത കാഴ്ചയായ ആന്റി ഗ്രാവിറ്റി പോയിന്റ്. അവസാന ദിവസം രാവിലെ തന്നെ 4000 അടി മുകളിലുള്ള ജബൽ സബ്ഹാനിലെ ഒരേ സമയം ആകാശത്തെയും ഭൂമിയെയും അനുഭവിച്ചറിയാൻ പറ്റുന്ന ആ ഒരു കാഴ്ച ശരിക്കും മാജിക്കലാണ്. നാട്ടില് സ്വന്തം വീട്ടില് തേങ്ങ ഉണ്ടാക്കുമ്പോൾ നോക്കാത്ത മനുഷ്യർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു, തേങ്ങ വെച്ച് സെൽഫി എടുക്കുന്നു, ഇതൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയിട്ട് അടിച്ച് പൊളിക്കല്ലേ?